പൊന്നുട്ടി നല്ല ചൂടല്ലേ, നമുക്ക് കുളിക്കാൻ പോയാലോ? പോവാം. പപ്പ പോയാലോ? പപ്പ നമുക്കേ ഇപ്പൊ എന്തായാലും നമ്മള് പോണ സ്ഥലം അതിരപ്പള്ളി. അവിടെ തന്നെ നമുക്ക് വൈബുള്ളൂ. അവിടെ പോയിട്ട് കുളിച്ച് തിമിർത്തി വരാം. അപ്പൊ നമ്മ മാത്രല്ല കേട്ടോ, നമ്മുടെ ഫാമിലി നമ്മ വിളിച്ച ഓടി വരുന്ന നമ്മുടെ പേപ്പരും പിള്ളേരുണ്ട്. ഒറ്റ മൈൻഡുള്ള പിള്ളേരാ. വിളിച്ച പോവാ എന്നാ പോവാ, അങ്ങനത്തെ ടീമാണ്. അപ്പൊ അവരെയും കൊണ്ട് നമ്മ ഒരു 5-7-8 പേരുണ്ട്. അതുകൊണ്ട് ഒരു കാറിലാണ് പോണത്. അവിടെ തിരി കുളിക്കാ തിമുറക്കാൻ അങ്ങോട്ട് വരാം അല്ലേ? കിടക്കല്ലേ? കുളിക്കാനല്ലേ പോണേ? എന്ത് ഈ കോലം കേട്ടില്ല? മാമ പോവല്ലേ? ബേബേ പോവല്ലേ? ഞാൻ പറഞ്ഞ ടീം കണ്ടാ, ഇതന്നെ ഞങ്ങളുടെ തറവാട്. ഞാൻ ജനിച്ചു വളർന്നും കളിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെ ഞങ്ങൾ പോണേ അല്ല പൊന്നിന്റെ. അപ്പൊ അതേ ഇവിടെ നിന്ന് പോകണ്ട ഞങ്ങള്. ഒരു വെറൈറ്റി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ചേട്ടാ പോണത്. അതിരപ്പള്ളി കത്താൻ പോകുന്ന ഒരു കിടിലൻ സ്പോട്ടാട്ടത്. കത്താൻ പോണ സ്പോട്ട് കണ്ട, അതിരപ്പള്ളിയുടെ വെള്ളം മൊത്തം വരുന്ന സ്ഥലമായി. നമ്മളെ മറ്റടുത്ത് പോണ മാതിരി കാര്യമുണ്ട്. ഇത് എപ്പോഴും ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല. നമ്മൾ വെള്ളം തുറന്നു വിടുമ്പോൾ ഇതൊക്കെ മൊത്തം കവിഞ്ഞ് പുറത്തേക്ക് പോകും. അപ്പോൾ ഇതിലേക്ക് കടക്കാൻ പറ്റില്ല. ഇതപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്യണ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയായിട്ട് കടക്കാനും പറ്റില്ല. അപ്പോൾ ഇതിനൊരു ടൈമുണ്ട്. ഈ ടൈമിൽ മാത്രം വന്ന കാര്യമുള്ളൂ. എന്നാൽ മാത്രമേ വെള്ളം കുറയുമ്പോൾ മാത്രം വന്നാലേ ഇവിടെയുള്ള ആ വൈബ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു രക്ഷയില്ലാട്ടോ ഇവിടെ. ഇതുപോലെ കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലം കേട്ടോ. വേണ്ട ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പെട്ട സ്പോട്ട് കേട്ടാ. വേണ്ട ബാക്കിലേക്ക് ഇത് എത്ര മണി വരെ ഓപ്പൺ? അങ്ങനെ ഉണ്ടോ? ഓപ്പൺ. പിന്നെ ഇത്ര വെള്ളം കയറുന്ന പരിപാടി എങ്ങനെ ഉണ്ട് അവിടെ? ഇങ്ങനെ വെള്ളം കവിഞ്ഞൊഴുങ്ങി പോവാ അങ്ങനെ അങ്ങനെ? ഈ സീസൺ മാത്രമാണോ വരാൻ പറ്റുക? വരാൻ പറ്റൂലേ? അപ്പൊ അതേ ഇതിന്റെ ഇപ്പുറത്ത് നമ്മളെ ഒരു ചേച്ചി സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്നിലേക്കല്ല കഴിക്കാൻ നോട്ടെ ഐസ്ക്രീമുകളൊക്കെ നോപ്പം ചെയ്യും. ഓക്കേ, ചേച്ചിയുടെ പേര് സൗമ്യ ചേച്ചിട്ടാ. അപ്പൊ അതെ ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ സൗമ്യ ചേച്ചി ഇത് ചെയ്യുന്നുണ്ടാ, കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യാട്ടാ. ഇവിടെ നോക്കിയേ, നമ്മ ഇനി അടുത്ത് അതിരപ്പള്ളിയെ പോവല്ലേ? നീ ഈ സ്ഥലം കത്താൻ പോണിട്ടാ. അതൊക്കെ ഇനി കുളിക്കാനായിട്ട് കുതിരാൻ്റെ അവിടേക്കൊന്നും ആരും മറ്റേ ട്രാവൽ അടിച്ച് പോകണ്ട, നേരെ അതിരപ്പള്ളിക്ക് പോന്നാ മതി. ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. അവിടെ വന്നാൽ നോക്കിയാൽ ഫ്രീ, കാശും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട അല്ലേ? വൈബ് സ്ഥലല്ലേ? നമുക്ക് ഇനി അതിരപ്പള്ളിയെ പോവല്ലേ? ലൊക്കേഷനിൽ വരുന്ന ഒരു പ്രത്യേകതയ്ക്ക് കാറൊക്കെ വരാണെങ്കിൽ മുന്നേ പാർക്ക് ചെയ്തിട്ട് നടന്ന് വരണമായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഒരു സൗകര്യം പോലും ഇല്ല.
നമുക്കറിയ പോലും ഇല്ല. അങ്ങനെ ദേ നമ്മ അതിരപ്പിള്ളൊക്കെ പോയി ദേ പൊന്നിട്ടൊക്കെ വന്ന് നല്ല നല്ല സുഖാടാ. എല്ലാരും ഉണ്ട്. അപ്പൊ ദേ നമ്മ ഫാമിലിയൊക്കെ വന്നു. അതുപോലെ തന്നെ നല്ല മഴ കിട്ടി, മഴ കിട്ടി, നല്ല തണവും കിട്ടി. അപ്പൊ കൂലിയൊക്കെ കഴിഞ്ഞ് സുഖസുന്ദരായിട്ട്. അപ്പൊ നല്ല ചൂടാണ് നമ്മുടെ തൃശ്ശൂരിന്റെ സ്ഥലം ചാലക്കുടി അതിരപ്പള്ളിയെ പോയിട്ടാണ്. നല്ല മഴയത്ത് ഒരു കുളിയും പാസ്സാക്കി തിരിച്ചു വന്നു. അപ്പൊ ഡാമുണ്ട്, ചെക്ക് ഡാമാണ്. അവിടെ പേയ്മെന്റും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അതെ, നമുക്ക് വണ്ടി ആദ്യം തന്നെ പറയുള്ളൂ, കാറൊക്കെ മുന്നേ പാർക്ക് ചെയ്തിട്ട് അത് ഇത് ഇത്ര ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് പാർക്കിംഗ് ഇല്ല അവിടെ. നമ്മൾ വണ്ടി ഇട്ട് നടന്നു വരണായിരിക്കും നല്ലത്. നമുക്ക് അവിടെ വരുമ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ CSR എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു ചർച്ച് ഉണ്ട്. ആ വഴി മുന്നോട്ട് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ വെള്ളച്ചാട്ടം. ഒരു ചെക്ക് ഡാമാണ്, പേയ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കിഡ് വ്യൂവും കിഡായിട്ട് കുളിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ ഫാമിലിക്ക് എല്ലാവർക്കും ചെക്ക് ഡാമിൽ കുളിക്കാണ്ട് നേരെ അതിരപ്പള്ളി തന്നെ പോകണമെന്ന് പറഞ്ഞാൽ അതിരപ്പള്ളി പോയത്. അപ്പൊ കിഡാണ്. അപ്പൊ എല്ലാരും അതെ, ഒന്നും വേണ്ട. അപ്പൊ നമ്മള് ഇനി ഞായറാഴ്ച ദിവസങ്ങളൊക്കെ ഫാമിലിക്ക് ആയിട്ട് പോണെങ്കിൽ അതെ അതിരപ്പള്ളിക്കൊക്കെ നല്ല മഴയും അതിരപ്പള്ളി ടിക്കറ്റ് എടുക്കണം. ഗൈസ്, ഞാൻ തോറ്റുപോയി. എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഫോറസ്റ്റ് വീഡിയോ ആയിട്ട് വരണമായിരിക്കും. ബൈ. ഞാൻ തോറ്റുപോയി. ബൈ.